ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രാങ്ക് കേസിൻ്റെ ഇത് ഊരിയിട്ട് അതിൻ്റെ ഒരു ഫിൽറ്റർ ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ഫിൽറ്റർ ഉണ്ട്, പിന്നെ ഒരു നെറ്റിൻ്റെ മാതിരി ഫിൽറ്റർ ഉണ്ട്. അത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഓയിൽ മാറ്റണം. അപ്പോൾ ഓയിൽ മാറ്റണ സമയത്ത് സംഭവം ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സെയിം ടൂൾസ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. വണ്ടി അങ്ങോട്ട് ചെരിക്കുന്നതൊന്നല്ല, കുറച്ചും കൂടി ഓയിൽ എടുക്കാം. എന്നിട്ട് ഈ വാഷർ മാറ്റണ്ട കേട്ടോ. അപ്പോൾ മാറ്റണ്ട, ക്ലീൻ ആക്കിയിട്ട് ഇടാം. എത്ര ടൈറ്റ് ആക്കണല്ലോ. ഇനി ക്രാങ്ക് കേസ് ഊരാൻ ആദ്യം 2 കാര്യം ചെയ്യണം. കിക്ക് സ്റ്റാർട്ടർ ഊരണം, ക്ലച്ചിൻ്റെ ഇതും വെടിയിക്കണം. ഇവിടെ 10 ബോൾട്ടുണ്ട്, അത് കൂരാം. അപ്പോൾ 10 ബോൾട്ട് നമ്മൾ ഊരി ഇവിടെ വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് എടുക്കുക. പോന്നു. ദിസ് ഈസ് ഇറ്റ്. ഇതിൻ്റെ ഇത് പിടിക്കുക. നമുക്ക് ഈ ടൂൾസൊക്കെ കയ്യിൽ വേണം കേട്ടോ, അല്ലാണ്ട് ഒരു തേങ്ങ നടക്കില്ല. ദൂരണം. ദൂര 12ൻ്റെ സ്പ്രിംഗർ വേണം. 12/14. ഓക്കെ, സെറ്റ്. അപ്പോൾ അത് ഊരെടുത്തു. ഇനി നമുക്ക് എല്ലാ ബോൾട്ട് ഊരാം, എല്ലാ സൈഡിലെത്തി. 8ൻ്റെ ടീ സ്പാനർ 1 2. ഈ പേപ്പർ ഇവിടെ വിരിക്കാം, കാരണം ഇത് തുറക്കുമ്പോൾ കുറേ ഓയിൽ പോകാൻ ചെയ്യും. ലാസ്റ്റ് ബോൾട്ട് ഊരാണ്, വലിയൊരു ബോൾട്ട്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. സാധനം തുറക്കുന്ന മുമ്പ് ഈ സാധനം അവരെ വാങ്ങി വെക്കണം കേട്ടോ. ഗാസ്കറ്റ് അവരെ വാങ്ങിയിട്ട് 25 രൂപന് മുന്നേ വാങ്ങി വെക്കണം. ഇതാണ് സെൻട്രിഫ്യൂഗൽ ഫിൽറ്റർ. പിന്നെ ഇതിൻ്റെ അടിയിലൊരു ഫിൽറ്റർ വരും കേട്ടോ. ഇതപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇത് കുറച്ചഴുക്കുണ്ട്, വലിയ പ്രശ്നമില്ല. ഇതൊരു 30,000-40,000 കിലോമീറ്റർ കൂടുമ്പോൾ ഒന്ന് ഒഴിച്ച് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ സ്ഥിരം ഓയിൽ മാറ്റാണ് അങ്ങനെ വെച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. എന്നാലും ഒരു ഇതിന് ആകെ 20 രൂപയോ 25 രൂപ 40 രൂപയ്ക്ക് ചിലവ് വരല്ലോ. കാരണം ഗാസ്കറ്റ് മാത്രം ചിലവ് വരല്ലോ. പിന്നെ പ്രത്യേകം പറയണ്ട, ഓയിൽ മാറ്റുന്ന സമയത്താണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഊരാൻ പോകുന്നത് ഈ സെൻട്രിഫ്യൂഗൽ ക്ലച്ചാണ്. അത് ഊരാൻ തിരിയുകയാണ്. തിരിയൽ നിർത്തണം. ഗിയറിലിട്ട് കൊടുക്കാം, തിരിഞ്ഞോളൂ.
ഈ ടൂൾ എന്തായാലും വേണം ഈ സാധനം വരണമെങ്കിൽ. അത്രക്കധികം ഇല്ല കേട്ടോ, കുഴപ്പമില്ല. ഉള്ളിൽ കോളി ക്ലച്ചിൻ്റെ മെറ്റീരിയലാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അറിയണത് ദൂരെ തന്നെ നോക്കണം. തിരിച്ച് ഇങ്ങനെ തന്നെ ഫിറ്റ് ചെയ്യുക. ഈ ഒരു സ്ക്രൂ ഒരു സെറ്റ് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. ഗിയറുമായിട്ട് ബന്ധമില്ലല്ലേ. ന്യൂരിയ സാധനമൊക്കെ തിരിച്ചു വയ്ക്കാം. ഇതിൻ്റെ തൊട്ടടി കേട്ടാ ഡ്രെയിൻ ബോൾട്ട് ഇരിക്കാൻ. ഇതൊന്ന് ക്ലീനാക്കാം. ഇവിടെ ഗാസ്കറ്റ് വയ്ക്കേണ്ടതാണ്. ഇതാണ് ഗാസ്കറ്റ്. ഈ ഭാഗം കണ്ട, ഈ ഭാഗം അടിയിലേക്ക് വരണം. ഇവിടെ അടിഭാഗത്തേക്ക് ഇത് ഇരുന്നില്ലെങ്കിൽ കുറച്ച് ഗ്രീസ് തേച്ച് കൊടുക്കാം. ഗ്രീസ് സാധനങ്ങളൊക്കെ കയ്യിൽ വേണം കേട്ടോ, അല്ലെങ്കിൽ മൂഞ്ചലാണ്. ക്രമം തുടങ്ങി. ഗ്രീസിൻ്റെ ബെൽറ്റിലായിരുന്നു. ഇനി ക്രാങ്ക് കേസ് ഫിറ്റ് ചെയ്യാം. യെസ്, സെറ്റായി ഇരുന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഓരോരോ ബോൾട്ട് ഇടാം. ഇന്നലെ നമുക്ക് ചെറിയൊരു പണി കിട്ടി, അത്യാവശ്യം ചെറിയൊരു പണി. ഇത് കണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റഡാണ്, അത് നമ്മൾ ഇടാൻ മറന്നു. അത് ക്രാങ്ക് കേസ് ചരിച്ച് ഊരിപ്പോയിണ്ടായിരുന്നു, നമ്മൾ കണ്ടില്ല. പിന്നെ ചെയ്യേണ്ടത് പറഞ്ഞത് അറ്റിപ്പണിയായി. ചെയ്യേണ്ടത് പറഞ്ഞാൽ ഓയിൽ ഊറ്റണം. പുതിയ ഓയിൽ ഒഴിച്ചില്ല, ഓയിൽ ഊറ്റണം. ഓയിൽ ഊറ്റിട്ട് ഇത് വീണ്ടും ഊരണം, ക്ലച്ചിൻ്റെ ദൂരണം. അങ്ങനെ ഓയിൽ ഊറ്റാൻ പോകണം. അപ്പം നമ്മളത് ഊരി, ഗാസ്കറ്റിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്റ്റഡ് വെച്ചു കേട്ടോ. ഇവിടുത്തെ സ്റ്റഡായിരുന്നു, ഇവിടെയാണ് സ്റ്റഡ് വരുന്നത്. നമുക്ക് തിരിച്ച് വയ്ക്കാം. ഓക്കെ, കയറി സെറ്റ്. രണ്ട് ഓപ്പോസിറ്റ്
പരട്ടിപ്പണി ആ സ്റ്റഡ് വീണ് പോയി വരണം. പേപ്പറുകളൊക്കെ എടുത്ത് കളയാൻ വേണ്ടി നോക്കുമ്പോൾ ഇത് കെടുക്കുന്നു. കണ്ടപ്പോൾ തന്നെ സാധനം കിട്ടാന്ന് മനസ്സിലായി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതെന്താ സംഭവം എന്ന് അറിയാത്ത ഒരാളാണെങ്കിലോ ടോർക്കും എനിക്ക് കറക്റ്റ് അറിയില്ല. ബൈ ഫീലാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒടിഞ്ഞോട്ടിരിക്കും. ഓക്കെ, സെറ്റ്. ഇനി ക്ലച്ച് ടൈറ്റ് ചെയ്യുക, ഓയിൽ ഒഴിക്കുക, കിക്ക് സ്റ്റാർട്ടർ വയ്ക്കുക. അതിന് പരിപാടി കഴിഞ്ഞു. ഈ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൊത്തം ക്ലീൻ ആക്കുക. ഓയിൽ ഒരു തരിക കാണാൻ പാടില്ല. സോപ്പിട്ടൊക്കെ കഴുകുക. കാരണം ഇനി നമ്മൾ അവിടെ എവിടെയെങ്കിലും ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അറിയണം. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രത്യേകിച്ച് ഓയിൽ ഒഴിക്കുക. അതിന് മുമ്പ് ടൈറ്റ് ആക്കണം. ഞാൻ ഡിഷ് വാഷിൻ്റെ സോപ്പിട്ടിട്ടൊക്കെ കഴുകണേ. അതാകുമ്പോൾ ഓയിൽ നല്ലപോലെ പോവും. എന്നിട്ട് വണ്ടി ചൂടായിട്ട് ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് നോക്കാം. ഒന്നും കൂടി ടൈറ്റ് ചെയ്ത് നോക്കാം സ്ക്രൂ ബോൾട്ടുകൾ. എന്നിട്ടൊക്കെ ഓടിച്ച് നോക്കാം.